ഇന്നലെ മുതൽ പിന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. വീടിന്റെ മേളിൽ ഷീറ്റ് മേഞ്ഞ സമയത്ത് ഒരു ഓവിൽ മാത്രം ഓസ് പിടിപ്പിക്കാൻ മറന്നു. അതുകൊണ്ട് ആ സൈഡിൽ മാത്രം വെള്ളം ഇങ്ങനെ കുത്തിച്ചാടും. ആ സൈഡിലെ ഭിത്തിയുടെ അവസ്ഥയാട്ടോ ഈ കാണുന്നത്. അപ്പോൾ ആ സൈഡിൽ ഓവിന് ഓസ് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ആദ്യത്തെ പരിപാടി. ബാക്കിയുള്ള സൈഡിലൊക്കെ വെള്ളം പോകാൻ ഓസ് പിടിപ്പിച്ചുകൊണ്ട് എളുപ്പമായിട്ടോ. അളവെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് വന്നില്ല. അതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞ് ഊരിക്കൊണ്ടുപോയതായിരുന്നു. അങ്ങനെ നേരെ കടയിൽ പോയി ആ അളവിനുള്ള ഓസൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ഒരു വിധത്തിൽ രാവിലെ തന്നെ ആ പരിപാടി തീർത്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ പരിപാടിയായ വർക്കൗട്ടിലേക്ക് കടന്നു. അതിന്റെ ഇടയ്ക്ക് പണ്ടാരടങ്ങാനായിട്ട് കയ്യിലൊരു ആരും കയറി. അങ്ങനെ കുറച്ചു നേരം വിറകൊക്കെ വെട്ടി വെയിലായപ്പോൾ അതിന് പണിയൊക്കെ നിർത്തി കയറി. നമ്മൾ രാവിലത്തെ ചായ പോലും കുടിക്കാണ്ടാട്ടോ പണിക്കൊക്കെ ഇറങ്ങി. അതുകൊണ്ട് പണി നിർത്തി കയറിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചായ ഉണ്ടായി കുടിച്ചു. ഉമ്മാനെ കൊണ്ട് ബാങ്ക് വരെ പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഉമ്മാനെ കൊണ്ട് നേരെ ബാങ്കിലേക്ക് പോയി. മെയിനായിട്ട് ഉമ്മച്ചിയുടെ അക്കൗണ്ടിന്റെ ഫോൺ നമ്പർ പറഞ്ഞാൽ പോയി. ഉമ്മച്ചി കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അക്കൗണ്ട് എടുത്തത്. അന്ന് വാപ്പിച്ചിയുടെ ഫോൺ നമ്പറാണ് കൊടുത്തിരുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം EMI ആയിട്ട് ഒരു ഫോൺ എടുക്കാൻ പോയപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായ. വാപ്പിച്ച് വർക്ക് ചെയ്യണത് ആലപ്പുഴയിലാണ്. വാപ്പിച്ച് ക്ലാസ്സിലാണ് ഞാൻ സമയത്ത് വിളിച്ചാൽ കിട്ടില്ല. എന്ത് ബുദ്ധിമുട്ടിട്ടാന്ന് അറിയാം ഒരു OTP കിട്ടിയത്. അതുകൊണ്ടാണ് നമ്പർ മാറാന്ന് വിചാരിച്ചത്. ഇന്ന് വാപ്പിച്ച് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. മൂവാറ്റുപുഴയിൽ എറണാകുളത്തേക്കുള്ള ലാസ്റ്റ് ബസ്സിലെ വാപ്പിച്ചൊന്നും പോവാറ്. അങ്ങനെ വാപ്പിച്ചിനെ കൊണ്ടുപോയിട്ട് പമ്പിൽ കയറി കുറച്ച് പെട്രോൾ അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇന്ന് രാത്രി എനിക്കൊന്ന് കോഴിക്കോട് വരെ പോകേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.